ഹായ്, നമുക്ക് മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ നെക്സ്റ്റ് പാർട്ട് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്റർഫേസിംഗ് ചിപ്സ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് ഒരു ഇന്റർഫേസിംഗ് ചിപ്പാണ് 8259. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു IC ചിപ്പാണ്. സോ 8251 ഈസ് എ പ്രോഗ്രാമബിൾ ഇൻറപ്റ്റ് കൺട്രോളർ IC. അപ്പോൾ ആ പേര് ഓർക്കുക, 8259 എന്ന് പറഞ്ഞാൽ 8259. 59 is PIC IC, that is Programmable Interrupt Controller Interfacing chip ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് മ്യൂപ്പിയുടെ ഇൻറപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന ഒരു ഇൻ്റർഫേസിങ് ചിപ്പാണ് എന്ത്, 8259. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ 8085 അല്ലെങ്കിൽ 8086 മൈക്രോ പ്രോസസ്സറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. സോ 8259 microprocessor is defined as programmable interrupt controller microprocessor. Okay, there are 5 hardware interrupts and 2 hardware interrupts in 8085 and 8086 respectively. അപ്പോൾ നമുക്കറിയാം 8085 പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നിൽ ഹാർഡ്വെയർ ആയിട്ട് തന്നെ നമുക്ക് 5 ഇൻട്രപ്റ്റ്സ് ഉണ്ട്. 8086ൻ്റെ കേസിൽ 2 ഇൻട്രപ്റ്റ്സ് ആണുള്ളത് അല്ലേ? But by connecting 8259 with this MUPI, we can increase the interrupt handling capability. ഇപ്പോൾ നമുക്ക് 8259 ഈ MUPI ആയിട്ട് കണക്ട് ചെയ്താൽ either 8085 or 8086, we can increase the interrupt handling capability. So 8259 combines the multi-interrupt input sources into a single interrupt output. അപ്പം നമുക്ക് 8259 എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻട്രപ്റ്റ് ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ഒരു ഔട്ട്പുട്ട് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇന്റർഫേസിംഗ് ഓഫ് സിംഗിൾ പ്രോഗ്രാമബിൾ ഇൻട്രപ്റ്റ് കൺട്രോളർ പ്രൊവൈഡ്സ് 8 ഇൻപുട്സ് ഫ്രം IR0 to IR7. അപ്പം അത് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് 8 ഇൻട്രപ്റ്റ്സ് ഇൻപുട്സ് ഫ്രം IR0 to IR7. അപ്പോൾ ഒരു 8 ഇൻട്രപ്റ്റ്സ് ഇൻപുട്സ് ഹാൻഡിൽ ചെയ്യുന്നതാണ് എന്ത്, 8259. ഇപ്പം നമുക്ക് 8085ൻ്റെ കൂടെ നമുക്ക് 8259 നമ്മൾ ഇൻ്റർഫേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ അതിൻ്റെ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് 5 ആണ്. അത് നമുക്കൊരു 8 വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ബൈ ഇൻ്റർഫേസിങ് 8085 and 8259, it increases the interrupt handling capability of 8085 MUPI from 5 to 8 interrupt levels. അപ്പോൾ 8 വരെ നമുക്ക് 5 എന്നുള്ളത് 8 ആക്കാൻ പറ്റും. അത്രയും interrupt handling capability എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. interrupt എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, interrupt എന്ന് പറഞ്ഞാൽ മ്യൂപ്പിനെ എന്ത് ചെയ്യാൻ, മ്യൂപ്പിലെ ഫംഗ്ഷനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്ത് വേണം മുമ്പോട്ട് പോവാൻ അല്ലേ. അപ്പോൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു അനദർ പ്രോഗ്രാം ആണ്. അതിൻ്റെ പ്രോഗ്രാം എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനിലാണ്. അപ്പം നമുക്കൊരു ഇൻട്രപ്റ്റ് മ്യൂപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ മ്യൂപ്പി ബാക്കി ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സോ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് 8251. അപ്പം നമുക്ക് 8251ൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ അത് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, പ്രധാനമായിട്ടും അത് 8085ഉം 8086ൻ്റെയും കൂടെയാണ് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഈസ് Intel 8251 is designed for Intel 8085 and Intel 8086 MUPI. So it can be programmed either in level triggered or in edge triggered interrupt level. അപ്പം നമുക്ക് ആ ICനെ ട്രിഗർ ചെയ്യിക്കാനായിട്ട് നമുക്ക് ഒരു ക്ലോക്ക് പൾസ് ഉപയോഗിക്കാം, either എഡ്ജ് ട്രിഗേർഡോ അല്ലെങ്കിൽ എഡ്ജ് ട്രിഗേർഡോ അല്ലെങ്കിൽ ലെവൽ ട്രിഗേർഡോ ആയിട്ടുള്ള ഇൻട്രപ്റ്റ് ലെവൽസ് കൊടുത്തിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യിക്കാം, പ്രോഗ്രാം ചെയ്യിക്കാം. അതായത് ഏത് ഇൻട്രപ്റ്റ് ആണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ട്രിഗർ ചെയ്യിക്കാനായിട്ട് നമുക്ക് എഡ്ജ് ട്രിഗറോ ലെവൽ ട്രിഗറിങ്ങോ ഉപയോഗിക്കാം. സോ വി ക്യാൻ, നെക്സ്റ്റ് പോയിന്റ് ഇസ് വി ക്യാൻ മാസ്ക് ദി ഇൻഡിവിജ്വൽ ബിറ്റ്സ് ഓഫ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ. അപ്പം നമുക്ക് ഇതിനകത്തൊരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ
നമുക്ക് ഇന്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ അതിപ്പോൾ നമ്മൾ നോക്കും. അതിനകത്തുള്ള ചില ബിറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, മാസ്ക് ചെയ്ത് വെക്കാനും പറ്റും. ആ ഒരു പ്രൊവിഷനും ഇതിനകത്തുണ്ട്. പിന്നെന്താണ്, വി ക്യാൻ ഇൻക്രീസ് ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി അപ് ടു 64 ഇന്ററപ്റ്റ് ലെവൽ ബൈ കാസ്കേഡിംഗ് ഫർദർ 8259 പിക്. അതായത് ഈ ഒരു ഇന്റർഫേസിംഗ് ചിപ്പിന്റെ എണ്ണം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും കാസ്കേഡ് ആയിട്ട് 8259 ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ, നമ്മൾ 8055ന്റെ കൂടെ 8085ന്റെ കൂടെ 8259 ഒരെണ്ണം വെച്ചു, പിന്നെ അടുത്ത 8259 വെച്ചു, അങ്ങനെ കാസ്കേഡ് ആയിട്ട് നമ്മൾ 8259 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഇൻക്രീസ് ഇറ്റ് അപ് ടു 64 ഇന്ററപ്റ്റ് ലെവൽസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഈസ് ക്ലോക്ക് സൈക്കിൾ ഇസ് നോട്ട് റിക്വയർഡ്. അപ്പൊ ഇത്രയാണ് 8259ന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അതിൽ ഇത്ര ഓർത്തിരിക്കുക, നമുക്ക് ഇന്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്ററിലെ ചില ബിറ്റ്സ് മാസ്ക് ചെയ്യാൻ പറ്റും. ദെൻ എന്താണ്, അതിനകത്ത് ഇന്ററപ്റ്റ്സിന് നമുക്ക് ട്രിഗർ ചെയ്യിക്കാനായിട്ട് ലെവൽ ട്രിഗേർഡോ എഡ്ജ് ട്രിഗേർഡോ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും 8085ഉം 8086ന്റെയും കൂടെയാണ്. നെക്സ്റ്റ് വൺ എന്താണ്, നമുക്ക് ഇത് 8259 ഈ മ്യൂപ്പിയുടെ കൂടെ കാസ്കേഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി 64 ബിറ്റ്സ് വരെ ആക്കിയിട്ട് 64 ഇന്ററപ്റ്റ് ലെവൽസ് വരെ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റേസ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് നെക്സ്റ്റ് ഇതിന്റെ ഒരു പിന്ന് നോക്കിക്കഴിഞ്ഞാൽ, IC നോക്കിക്കഴിഞ്ഞാൽ 28 പിന്നാണ്, 28 പിൻ IC ആണ്. അതിനകത്ത് നമുക്ക് ഒരു VCCക്കും ഗ്രൗണ്ടിനുമായിട്ട് ഒരു പിന്ന് പോവും. നെക്സ്റ്റ് ബാക്കി വരുന്ന സെറ്റ് ഓഫ് പിൻസ് എന്താണ്, അതിന്റെ ഒരു ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം എന്താണ്, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അത് 20 പിൻ IC ആണ്, 28 പിൻ IC ആണെന്ന് ഓർത്തിരിക്കുക. സോ ദിസ് ഈസ് ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8259 അല്ലേ. അപ്പൊ 8259 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ജസ്റ്റ് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം മനസ്സിലോട്ട് വരിക. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും PSC നോർമലായിട്ട് ചോദിക്കുന്നത്. പിന്നെ എല്ലാ ICയുടെയും പേരുകൾ, ഇപ്പൊ 8259 എന്താണ് എന്ന് എപ്പോഴും 8255 എന്താണ്, 8259 എന്താണ്, 8251 എന്താണ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് ഇന്റർഫേസിംഗ് ചിപ്പാണെന്ന് ഓർമ്മയും കൂടെ വരണം. അത് എപ്പോഴും മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നോക്കിക്കേ, 8259 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റ് കൺട്രോളർ ആണ് അല്ലേ. അപ്പൊ അതിനകത്തേക്ക് ഇന്ററപ്റ്റ് കൺട്രോളറിനായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പിൻസ് ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ഇന്ററപ്റ്റിന്റെ സർവീസ് റൂട്ടീന്റെ അഡ്രസ് എടുക്കാനായിട്ട് ഒരു സെക്ഷൻ കാണും ഇല്ലേ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, പിന്നെ നമുക്ക് അറിയാം 8259 കാസ്കേഡ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ അതിനായിട്ടൊരു സെക്ഷൻ കാണും. അങ്ങനെ കുറച്ച് സെക്ഷൻസ് ആണ് അപ്പൊ ഇതിനകത്ത് വരുന്നത്. അപ്പം ഇന്ററപ്റ്റ് എന്നുള്ള പേര് ഓർത്താൽ തന്നെ ആ ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ബസ് ബഫർ. എന്താണ് ഡേറ്റ ബസ് ബഫർ? അതായത് നമ്മുടെ മ്യൂപ്പിയിൽ നിന്ന് നമ്മുടെ എന്താണ് 8259ലേക്കും അതുപോലെ 8259ൽ നിന്ന് മ്യൂപ്പിയിലേക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് എന്തുള്ളത്, ഒരു ഡേറ്റ ബസ് ബഫർ. അതൊരു 8 ബിറ്റ് ആണ്. സോ അതൊന്ന് ഓർത്ത് വെക്കുക, 8 ബിറ്റ് ഡേറ്റ, D0 തൊട്ട് D7 വരെ. ഓക്കെ ആണല്ലോ. ദെൻ ഒരു റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ഉണ്ട് അല്ലേ. റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്? അതിനകത്തൊരു ചിപ്പ് സെലക്ട് കൊടുത്തിട്ടുണ്ട്, CS അല്ലേ. CS അവിടെ ഒരു ബബിൾ കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് CS ഈസ് ആൻ ആക്റ്റീവ് ലോ പിൻ അല്ലേ. അതുപോലെ റീഡ് റൈറ്റിന്റെ അവിടെ ഒരു ബബിൾ കൊടുത്തിട്ടുണ്ട്. സോ റീഡ് റൈറ്റ് ഈസ് ഓൾസോ ആൻ ആക്റ്റീവ് ലോ പിൻ. അപ്പൊ എന്താണ്, നമുക്ക് റീഡ് റൈറ്റ് ലോജിക്ക് ഇനേബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം ചിപ്പ് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ മൊത്തത്തിലുള്ള ഈ 8259 സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചിപ്പ് സെലക്ട് എന്നുള്ളതിനകത്ത് ലോ കൊടുക്കണം. അപ്പോഴും മാത്രമേ 8259 എന്താവത്തുള്ളൂ, ഇന്റർഫേസ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ സെലക്ട് ആവത്തുള്ളൂ. അതിനുശേഷം നമുക്ക് റീഡ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ റീഡിൽ ആക്റ്റീവ് ലോ സിഗ്നൽ കൊടുക്കുക. അതുപോലെ റൈറ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ആ റൈറ്റിൽ ആക്റ്റീവ് ലോ സിഗ്നൽ കൊടുക്കുക. അപ്പൊ അതാണ് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക്. ദെൻ ഒരു കാസ്കേഡ് ബഫർ ഉണ്ട് അല്ലേ. കാസ്കേഡ് ബഫർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞിരുന്നു,
നമുക്ക് 8259 മൈക്രോ പ്രോസസ്സറിന്റെ ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി ഒരുപാട് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ 8259s കാസ്കേഡ് ആയിട്ട് വെക്കാം അല്ലേ? അതിന് വേണ്ടിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്, ഈ കാസ്കേഡ് ബഫർ. അതിനകത്ത് ഒരു SB*EN എന്നുള്ള ഒരു പിന്നും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതായത് മാസ്റ്റർ മോഡിൽ വർക്ക് ചെയ്യണോ സ്ലേവ് മോഡിൽ വർക്ക് ചെയ്യണോ തീരുമാനിക്കുന്നതാണ് ആ SB*Enable പിന്ന്. ഓക്കെ, ദെൻ ഒരു കൺട്രോൾ ലോജിക് ഉണ്ട് അല്ലെ? കൺട്രോൾ ലോജിക്കിലേക്കാണ് നമ്മുടെ മ്യൂപ്പിയിൽ നിന്നുള്ള ഡേറ്റ എടുത്ത് കൊടുക്കുന്നതും തിരിച്ച് മ്യൂപ്പിയിലേക്ക് കൊടുക്കുന്നതും ഈ കൺട്രോൾ ലോജിക്ക് ആണ് അല്ലെ? അതിനകത്ത് 2 പിൻസ് ഉണ്ട്, ഇന്ററപ്റ്റ് റിക്വസ്റ്റും ഇന്ററപ്റ്റും. അതിന്റെ ഡയറക്ഷൻ കണ്ടോ? ഇന്ററപ്റ്റ് റിക്വസ്റ്റ് അകത്തേക്കും അതൊരു ആക്റ്റീവ് ലോ പിന്നാണ്. ദെൻ ഇന്ററപ്റ്റ് പുറത്തേക്കുമാണ്. ദെൻ പിന്നെ ഇന്ററപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ 3 രജിസ്റ്റേഴ്സ്, ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ, ദെൻ IRR, ദെൻ IMR, ദെൻ ഒരു പ്രയോറിറ്റി റിസോൾവർ ഉണ്ട് അല്ലേ? പ്രയോറിറ്റി റിസോൾവർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പ്രയോറിറ്റി റിസോൾവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഇന്ററപ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ? അപ്പം ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, ഏത് ഇന്ററപ്റ്റിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് എന്ത്, ഈ പ്രയോറിറ്റി റിസോൾവർ. അപ്പൊ അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് ഇന്ററപ്റ്റ് വന്നാലാണ് ആദ്യം എടുക്കേണ്ടത്, ഏത് ഇന്ററപ്റ്റ് വന്നാലാണ് അവസാനം എടുക്കേണ്ടത്. ആ ഒരു ഓർഡർ ഓഫ് എക്സിക്യൂഷൻ അവിടെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ 8259 പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രയോറിറ്റി റിസോൾവർ. അപ്പൊ നോക്കിക്കേ, ഇന്ററപ്റ്റ് റിക്വസ്റ്റ്, then interrupt, then ISR, IRR, IMR, ഇത്രയും എന്താണ് ഇന്ററപ്റ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഡേറ്റ എടുക്കുന്ന ഭാഗം അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു യൂണിറ്റ് ഉണ്ട്. ദെൻ ഇപ്പുറത്ത് ആ ഇന്ററപ്റ്റിനെ പ്രോസസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനുമായിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അപ്പൊ ആ പേര് ഓർക്കുമ്പോൾ തന്നെ 8259 ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം ജസ്റ്റ് ഒന്ന് ഓർമ്മ വരിക. സോ നമുക്ക് ഈ ഓരോ ബ്ലോക്സ് എന്താണെന്ന് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം ഫസ്റ്റ് വൺ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8 ബ്ലോക്സ്. ഇതിനകത്ത് 8 ബ്ലോക്സ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഡേറ്റാ ബസ് ബഫർ, ദെൻ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക്, ദെൻ കാസ്കേഡ് ബഫർ, ദെൻ കമ്പാരേറ്റർ, കൺട്രോൾ ലോജിക്ക്, ദെൻ പ്രയോറിറ്റി റിസോൾവർ ആൻഡ് 3 രജിസ്റ്റേഴ്സ് ISR, IRR, IMR. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ കണ്ടത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡേറ്റാ ബസ് ബഫർ ആണ്. ഡേറ്റാ ബസ് ബഫർ എന്താണ്? ഇറ്റ് ആക്ട്സ് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ 8259 ആൻഡ് ദി മ്യൂപ്പി ബൈ ആക്ടിങ് ആസ് എ ബഫർ. അപ്പൊ എന്താണ്, അതാണ് ഞാൻ പറഞ്ഞിരുന്നു, അതാണ് നമ്മൾ 80 മ്യൂപ്പിയും നമ്മുടെ 8259 ഒരു കണക്ഷൻ പോസിബിൾ ആക്കുന്ന ആരാണ്? ഈ ഡേറ്റാ ബസ് ബഫർ അല്ലെങ്കിൽ മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ? It takes the control word from the microprocessor and transfer it to the control logic of 8259 microprocessor. അപ്പോൾ ഈ മൈക്രോപ്രോസസ്സറിന്റെ കൺട്രോൾ വേർഡ്, ആ വാല്യൂ മൈക്രോപ്രോസസ്സറിനകത്ത് കൺട്രോൾ വേർഡിനകത്ത് കാണും അല്ലേ, ഏത് ഇന്ററപ്റ്റ്സ് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇപ്പം എന്ത് ഇന്ററപ്റ്റ് ആണ് വന്നിരിക്കുന്നത്, അത് അതുപോലെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? 8259 കൺട്രോൾ ലോജിക്കിലേക്ക് എന്ത് ചെയ്യും? പാസ് ചെയ്ത് കൊടുക്കും. അതാരാണ് ചെയ്യുന്നത്? ഈ ഡേറ്റാ ബസ് ബഫർ ആണ്. അപ്പം it transfers the control word from the MUPI to the control logic of 8259. അപ്പൊ ഇതാണ് ഈ കൺട്രോൾ ലോജിക്കിലേക്ക് മ്യൂപ്പിയിൽ നിന്ന് മ്യൂപ്പിയിലെ കൺട്രോൾ വേർഡ് രജിസ്റ്ററിൽ നിന്നുള്ള വാല്യൂസ് എടുത്തിട്ട് എങ്ങോട്ടേക്ക് കൊടുക്കും? ഈ കൺട്രോൾ ലോജിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഈ ഡേറ്റാ ബസ് ബഫർ ആണ്. Also, after selection of interrupt by 8259 microprocessor, it transfer the opcode of the selected interrupt and address of the ISR to the other connected MUPIs. അപ്പൊ ഇതെന്താ, ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. എന്താ ചെയ്യുന്നത്? ഇന്ററപ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, ആ ഇന്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ അല്ലെ, അല്ലെങ്കിൽ ഇന്ററപ്റ്റ് സർവീസ് സബ് റൂട്ടീന്റെ അഡ്രസ്സും അതിന്റെ ഓപ്കോഡും മ്യൂപ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ്? അതും ഈ ഡേറ്റാ ബസ് ബഫർ ആണ്. അപ്പൊ എന്താണ്, ഇന്ററപ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം
it transfer the opcode of the selected interrupt and address of the interrupt service subroutine to the other connected microprocessor. അപ്പൊ ആ ഒരു ഇന്ററപ്റ്റിന്റെ ഓപ്കോഡും അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം, ആ ഇന്ററപ്റ്റ് എന്താണ് ചെയ്തേണ്ടത്, അതാണ് ഇന്ററപ്റ്റ് സർവീസ് സബ് റൂട്ടീൻ. അതിന്റെ അഡ്രസ്സും ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ്? ഈ ഡേറ്റാ ബസ് ബഫർ ആണ്. So next is the data bus buffer consists of 8 bits represented as D0 to D7. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ 8 ബിറ്റ് ആണ് അല്ലെ, D0 തൊട്ട് D7 വരെ. അപ്പൊ അതിനകത്ത് മാക്സിമം 8 ബിറ്റ്സ് ഓഫ് ഡേറ്റേനെ ഒരു ടൈമിൽ നമുക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ പറ്റുകയുള്ളൂ. സോ the data bus buffer consists of 8 bits represented as D0 to D7 in the block diagram. So it can transfer a maximum of 8 bits at a time. Clear ആണല്ലോ data bus buffer. Next is read write control logic. Read write control logic എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? ചിപ്പ് സെലക്ട് എന്നുള്ളത് ആക്റ്റീവ് ലോ ആവുമ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് കാരണമാണ് നമുക്ക് ഈ ഡേറ്റ ഫ്ലോ പോസിബിൾ ആക്കുന്നത്. നമുക്ക് മ്യൂപ്പിയിലേക്ക് റൈറ്റ് ചെയ്യണോ അതോ മ്യൂപ്പിയിൽ നിന്ന് റീഡ് ചെയ്യണോ, അതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഈ റീഡ് റൈറ്റ് ലോജിക് ആണ്. അതിനകത്ത് റീഡിനുള്ള ഒരു പിന്നുണ്ട്, റൈറ്റിനുള്ള പിന്നുണ്ട്. രണ്ടും എന്താണ്? ആക്റ്റീവ് ലോ പിൻസ് ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ബ്ലോക്ക് വർക്ക്സ് ഓൺലി വെൻ ദി ചിപ്പ് സെലക്ട് പിൻ ഇസ് ലോ. This block is responsible for the flow of data depending upon the inputs of read and write. These two pins are active low pins used to read and write operations. Okay ആണല്ലോ read write logic. അപ്പം അതിനകത്ത് ബന്ധപ്പെട്ട 3 പിന്നാണ് ചിപ്പ് സെലക്ട്, റീഡ്, റൈറ്റ്. മൂന്നും ആക്റ്റീവ് ലോ ആണ്. നെക്സ്റ്റ് ഈസ് കൺട്രോൾ ലോജിക്. കൺട്രോൾ ലോജിക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് ദി മ്യൂപ്പി ആൻഡ് കൺട്രോൾസ് ദി ഫങ്ഷനിങ് ഓഫ് എവറി ബ്ലോക്ക്. അതായത് 8259 എന്നുള്ള പ്രോസസ്സറിന്റെ ഒരു സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൺട്രോൾ ലോജിക് ആണ്. അപ്പൊ ആ കൺട്രോൾ ലോജിക്കിനകത്ത് നമ്മൾ ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കൺട്രോൾ ലോജിക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് 2 സെറ്റ് ഓഫ് പിൻസ് ഉണ്ട്, INTR ഉം INT അല്ലെ. ഒന്ന് ഇന്ററപ്റ്റ് റിക്വസ്റ്റും ഒന്ന് ഇന്ററപ്റ്റ്. അപ്പൊ നോക്കിക്കേ, ഇറ്റ് ഈസ് ദി സെന്റർ ഓഫ് മ്യൂപ്പി ആൻഡ് കൺട്രോൾസ് ദി ഫങ്ഷനിങ് ഓഫ് എവറി ബ്ലോക്ക്. ഈ കൺട്രോൾ ലോജിക് ആണ് എല്ലാ ബ്ലോക്കും കൺട്രോൾ ചെയ്യുന്നത്, എല്ലാ ഫങ്ഷനെയും നിയന്ത്രിക്കുന്നത്. It has INTR which is connected with other MUPI for taking interrupt request and pin INT for giving the output. അപ്പം ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് എക്സ്ട്രാ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ഈ 8259. അപ്പോഴത്തേക്കും എന്താണ്? ഇന്ററപ്റ്റ് റിക്വസ്റ്റ്, മ്യൂപ്പിയിൽ നിന്ന് ഇന്ററപ്റ്റ് റിക്വസ്റ്റ് 8259ലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഈ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് എന്നുള്ള പിൻ വഴിയാണ്. ഓക്കെ ആണല്ലോ. വേറൊരു മ്യൂപ്പിയിൽ നിന്ന് നമ്മുടെ 8259ലേക്ക് ഇന്ററപ്റ്റ് റിക്വസ്റ്റ് എത്തിക്കുന്നത് INTR ഇന്ററപ്റ്റ് റിക്വസ്റ്റ് എന്നുള്ള പിന്നാണ്. അതുപോലെ തന്നെ INT എന്നുള്ള പിന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് കൊടുക്കുന്നത്. അപ്പം ഈ INTR എന്നുള്ള റിക്വസ്റ്റ് എടുത്തു, ആ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ലേ, ആ ഔട്ട്പുട്ട് മ്യൂപ്പിയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഈ INT വഴിയാണ്. ഓക്കെ ആണല്ലോ. So if 8259 is enabled and the MUPI interrupt flag is high, then this causes the value of output interrupt pin high, and in this way 8259 responds to the request made by other MUPI. അപ്പം നമുക്ക് ഈ 8259 enable ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇനേബിൾ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ മ്യൂപ്പിയിലെ ഇന്ററപ്റ്റ് ഫ്ലാഗ് 1 ആയി സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം മ്യൂപ്പിയിലെ ഇന്ററപ്റ്റ് ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ this causes the value of output interrupt pin high. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും? അവിടെ ഇന്ററപ്റ്റ് ഫ്ലാഗ് ഹൈ ആവുമ്പോഴത്തേക്കും മ്യൂപ്പിയുടെ ഇന്ററപ്റ്റ് ഫ്ലാഗ് സെറ്റ് ആവുമ്പോഴത്തേക്കും നമുക്ക് 8259 ആ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് കിട്ടും അല്ലേ. ആ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് കിട്ടുമ്പോഴത്തേക്കും തിരിച്ച്
ആ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് INT എന്നുള്ള പിന്നെ എന്താവണം? ഹൈ ആവണം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ഈ 8259 അതിന് കൊടുക്കുന്ന മ്യൂപ്പി കൊടുക്കുന്ന റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ അതൊരു അത് ആക്റ്റീവ് അതിൽ 0 ആയിട്ടിരുന്നാൽ അതിനകത്ത് ഔട്ട്പുട്ട് ഒന്നും ഇല്ല, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നില്ല, ആ ഇന്ററപ്റ്റ് സ്വീകരിച്ചില്ല അല്ലേ. ആ INT എന്നുള്ള പിന്നെ ഹൈ ആയാൽ മാത്രമേ 8259 ആ മ്യൂപ്പിക്ക് കറസ്പോണ്ടിങ് എന്ത് ചെയ്യത്തുള്ളൂ? റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പൊ INTR എന്ന് പറഞ്ഞാൽ ആ മ്യൂപ്പിയിൽ നിന്ന് 8259 കൊടുക്കുന്ന ഇന്ററപ്റ്റ് റിക്വസ്റ്റ് ആണ്. ആ റിക്വസ്റ്റ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അതർ മൈക്രോ പ്രോസസറിനെ 8259 അറിയിക്കുന്നത് INT പിൻ വഴിയാണ്. അത് ഹൈ ആക്കി വെച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് കൺട്രോൾ ലോജിക്. ഇപ്പൊ കൺട്രോൾ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടെണ്ണമാണ് INTR-ഉം then INT-യും. നെക്സ്റ്റ് ഇസ് ഇന്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ. ഇന്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ ഉണ്ട് അല്ലെ. ആ പ്രയോറിറ്റി റിസോൾവറിന് ചുറ്റുമായിട്ട് നമുക്ക് 3 രജിസ്റ്റേഴ്സ് കാണാം. ഏതൊക്കെയാണ്? ISR, IRR, IMR അല്ലേ. അത് ഓരോന്ന് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ is interrupt request register. അപ്പൊ interrupt request register എന്താണ്? It stores all the interrupt level which are requesting for interrupt services. അപ്പൊ നമുക്ക് ആ 8259 ചെയ്യേണ്ട interrupt servicesന്റെ എല്ലാം റിക്വസ്റ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആരാണ്? interrupt request register ആണ്. So it stores all the interrupt level which are requesting for interrupt services. ഇപ്പൊ ഇന്ററപ്റ്റ് സർവീസസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ററപ്റ്റ് ലെവൽ എല്ലാം സ്റ്റോർ ചെയ്തേക്കുന്ന ഇന്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്ററിലാണ്. നെക്സ്റ്റ് എന്താണ്? ഇന്ററപ്റ്റ് സർവീസ് രജിസ്റ്റർ. അപ്പൊ അതെന്തായിരിക്കും? ഇറ്റ് സ്റ്റോർസ് ദി ഇന്ററപ്റ്റ് ലെവൽ വിച്ച് ആർ കറന്റ്ലി ബീങ് എക്സിക്യൂട്ടഡ്. ഇപ്പൊ ഏത് ഇന്ററപ്റ്റ് ആണോ 8259 ഹാൻഡിൽ ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ത്? ഇന്ററപ്റ്റ് സർവീസ് രജിസ്റ്റർ. ഇന്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ഇന്ററപ്റ്റ്സിനെയും കുറിച്ചും അതിന്റെ ഇന്ററപ്റ്റ് ലെവൽ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഇന്ററപ്റ്റ് സർവീസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് ആയിട്ട് 8259 എക്സിക്യൂട്ട് ചെയ്യുന്ന ഇന്ററപ്റ്റിനെ കുറിച്ചുള്ള അതിന്റെ ഇന്ററപ്റ്റ് ലെവൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഇന്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ. ഇന്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ നമ്മൾ അതിന്റെ ഒരു ഫീച്ചേഴ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ, ചില ബിറ്റ് നമുക്ക് മാസ്ക് ചെയ്ത് വെക്കാന്ന്. സോ ഇറ്റ് സ്റ്റോർസ് ദി ഇന്ററപ്റ്റ് ലെവൽ വിച്ച് ഹാവ് ടു ബി മാസ്ക്ഡ് ബൈ സ്റ്റോറിംഗ് ദി മാസ്കിംഗ് ബിറ്റ്സ് ഓഫ് ദി ഇന്ററപ്റ്റ് ലെവൽ. അപ്പൊ നമുക്ക് ചില ബിറ്റ്സ് മാസ്ക് ആക്കി വെക്കാം. ആ മാസ്കിംഗ് ബിറ്റ്സിനെ കുറിച്ചുള്ള അതിന്റെ ഇന്ററപ്റ്റ് ലെവൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്ത്? ഇന്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇന്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ ഉണ്ട്, ഇന്ററപ്റ്റ് സർവീസ് രജിസ്റ്റർ ഉണ്ട്, അതുപോലെ ഇന്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ ഉണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഇസ് പ്രയോറിറ്റി റിസോൾവർ. പ്രയോറിറ്റി റിസോൾവർ നമ്മൾ ഡിജിറ്റലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. പ്രയോറിറ്റി എൻകോഡർ അല്ലെങ്കിൽ പ്രയോറിറ്റി റിസോൾവർ എന്ന് പറഞ്ഞാൽ എന്താണ്? It examines all the 3 registers and set the priority of interrupts, and according to the priority of the interrupts, interrupt with the highest priority is set in the ISR register. അപ്പം കുറെ ഇന്ററപ്റ്റ്സ് നമ്മുടെ എവിടെ ഉണ്ട്? ഇന്ററപ്റ്റ്സ് റിക്വസ്റ്റ് രജിസ്റ്ററിലുണ്ട് അല്ലേ. അതും നമ്മുടെ ISR-ഉം IMR-ഉം മാസ്ക് ചെയ്ത് വെക്കേണ്ടത് ഏതാണ്, മാസ്ക് ചെയ്യേണ്ടാത്തത് ഏതാണ്, അതെല്ലാം നമുക്ക് ഈ പ്രയോറിറ്റി റിസോൾവറുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ 3 രജിസ്റ്റേഴ്സും എന്തൊക്കെയാണ്? IRR-ഉം IMR-ഉം ISR-ഉം അല്ലേ. അപ്പൊ ആ 3 രജിസ്റ്റേഴ്സിന്റെയും കണ്ടീഷൻ നോക്കിയിട്ട് ഏതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആരാണ്? പ്രയോറിറ്റി റിസോൾവർ ആണ്. Okay. Also, it reset the interrupt level which is already been serviced in IRR. അപ്പൊ നമ്മൾ ഓൾറെഡി സർവീസ് ചെയ്ത് കഴിഞ്ഞ ഒരു ഇന്ററപ്റ്റിന്റെ അതിനെ റീസെറ്റ് ചെയ്യിക്കുന്നതും ആരാണ്? പ്രയോറിറ്റി റിസോൾവർ. അപ്പൊ ആദ്യം അത് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളതിനെ എടുത്തു, എക്സിക്യൂട്ട് ചെയ്തു, റിസൾട്ട് കൊടുത്തു. അതിനുശേഷം എന്താണ്? നമുക്ക് അതിന് ആവശ്യമില്ല ഇല്ലേ. അപ്പൊ അതിനെ എന്ത് ചെയ്യിക്കുക? ഡിസേബിൾ ചെയ്യിക്കുക അല്ലെങ്കിൽ അതിനെ റീസെറ്റ് ചെയ്യിക്കുക. അതാരാണ് ചെയ്യുന്നത്? അതും
റിസോൾവർ ആണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, പ്രയോറിറ്റി റിസോൾവർ. ഇനി നമുക്ക് ഒരു ബ്ലോക്കും കൂടെ അതിനകത്തുണ്ട്, ദാറ്റ് ഇസ് കാസ്കേഡ് ബഫർ. അപ്പൊ കാസ്കേഡ് ബഫർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. കാസ്കേഡ് ബഫർ എന്ന് പറഞ്ഞാൽ 8259 ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ടാണ്. So to increase the interrupt handling capability, we can further cascade more number of pins by using cascade buffer. So during increment of interrupt capability, CSA lines are used to control multiple interrupt structure. അപ്പോൾ നമുക്ക് ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ നോക്കിക്കേ, നമുക്കറിയാം ഒരു കാസ്കേഡ് ബഫർ ഉണ്ട്, അത് ഒരുപാട് ഉണ്ട്. അപ്പൊ ഈ CSA എന്നുള്ള ഈ പിൻസ് അത് എപ്പോഴായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഒരുപാട് മൾട്ടിപ്പിൾ ഇൻട്രപ്റ്റ്സ് നമ്മൾ കാസ്കേഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് ഇൻട്രപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്തേണ്ടി വരും അല്ലേ. അപ്പൊ ആ മൾട്ടിപ്പിൾ ഇൻട്രപ്റ്റ്സ് ഹാൻഡ്ലിംഗ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആ പിൻസ് ഉപയോഗിക്കുന്നത്. So they are used to, the CSA lines are used to control the multiple interrupt structure. Okay. Next is ആ കാസ്കേഡ് ബഫറിലുള്ള ഒരു പിന്നാണ് SP*EN അല്ലെ. അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സ്ലേവ് പ്രോഗ്രാം ബാർ ഇനേബിൾ ബഫർ എന്നാണ്. ഒന്നുകിൽ സ്ലേവ് പ്രോഗ്രാം അല്ലെങ്കിൽ എന്താണ് ഇനേബിൾ ബഫർ. അപ്പൊ this pin is set to high, works in master mode or else in slave mode. അപ്പൊ ഇത് ഒരു മാസ്റ്റർ മോഡിലാണോ സ്ലേവ് മോഡിലാണോ വർക്ക് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് ആക്റ്റീവ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? മാസ്റ്റർ മോഡിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് സ്ലേവ് മോഡിൽ വർക്ക് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ നോൺ ബഫേർഡ് മോഡിലും ഈ പിന്നിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് SB*EN pin is used to specify whether 8259 as master or slave mode in buffer mode, but SP*EN pin is used as an output to enable data bus. അപ്പൊ നമ്മൾ നോൺ ബഫേർഡ് മോഡിലാണെന്നുണ്ടെങ്കിൽ ഈ SP*EN എന്നുള്ളത് ഡേറ്റാ ബസ്സിനെ ഇനേബിൾ ചെയ്യിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. അപ്പൊ ഇനേബിൾ ആണോ, ഇനേബിൾ ബഫർ. അപ്പൊ ഇനേബിൾ ബഫർ എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ നോൺ ബഫർ മോഡിലാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഡേറ്റ ഇനേബിൾ ചെയ്യിക്കാനായിട്ട് നമ്മൾ ആ പിൻ ഉപയോഗിക്കും. ബഫേർഡ് മോഡിലാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഓർ സ്ലേവ് ഓപ്പറേഷൻ ആണോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ഈ പിന്നാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 8259 ആണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം, 8259 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റ് കൺട്രോളർ ആണ്. പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റ് കൺട്രോളർ. അപ്പൊ അതിനകത്ത് 8085ന്റെ കൂടെയും 8086ന്റെ കൂടെയാണ് നമ്മൾ പ്രധാനമായിട്ട് അത് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ ഇന്ററപ്റ്റ് ലെവൽസ് എന്ന് പറഞ്ഞാൽ 8 ഇന്ററപ്റ്റ്സ് ഇൻപുട്സ് ആണ്. IR0 to IR7 വരെയാണ്. ദെൻ ഒരു 8085ന്റെ കൂടെ നമ്മൾ 8259 ഒരു 8259 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് 5 ആണ്. 805ന്റെ 8085ന്റെ അത് നമുക്ക് 8 ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മ്യൂപ്പിക്ക് ഇൻട്രപ്റ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രപ്റ്റ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് മ്യൂപ്പിനെ എന്താക്കും? കേപ്പബിൾ ആക്കും. അതാണ് ആര് 8259. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് 8085 8086നോടാണ് ഉപയോഗിക്കുന്നത്. ആ ഇൻട്രപ്റ്റിന്റെ ആ ഒരു ലെവൽ കാണിക്കുന്നത് ബൈ എയ്തർ എഡ്ജ് ട്രിഗേർഡ് ഓർ ലെവൽ ട്രിഗേർഡ് ആണ്. ദെൻ ചില ഇൻട്രപ്റ്റ്സ് നമുക്ക് മാസ്ക് ചെയ്ത് വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, മാസ്കിംഗ് ബിറ്റ്സ് ഉണ്ട്. ദെൻ കാസ്കേഡ് ചെയ്തിട്ട് നമുക്ക് അപ് ടു 64 ബിറ്റ് ഇൻട്രപ്റ്റ് ലെവൽസിന് 64 ഇൻട്രപ്റ്റ് ലെവലിന് നമുക്ക് ഹാൻഡിൽ ചെയ്യിക്കാൻ പറ്റും. ഒരു 20 പിൻ IC ആണ്. അതിനകത്ത് പ്രധാനമായിട്ടും ഇത്രയും ബ്ലോക്സ് ആണുള്ളത്. ദെൻ ഡേറ്റാ ബസ് ബഫർ, റീഡ് റൈറ്റ് ലോജിക്ക്, കാസ്കേഡ് ബഫർ, കൺട്രോൾ ലോജിക്ക്, ദെൻ ISR, പ്രയോറിറ്റി റിസോൾവർ, IRR, IMR. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ കൺട്രോൾ ലോജിക്കിലേക്ക് മൈക്രോ പ്രോസസ്സറിൽ നിന്നുള്ള കൺട്രോൾ വേർഡ് ട്രാൻസ്ഫർ ചെയ്യും.
അപ്പൊ അതിനകത്ത് ഉണ്ടാവും ഏത് ഇന്ററപ്റ്റ് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ആ കൺട്രോൾ വേർഡിൽ ഉണ്ടായിരിക്കും അല്ലേ. അത് കൺട്രോൾ ലോജിക്കിൽ 8259 കൺട്രോൾ ലോജിക്കിലേക്ക് കിട്ടുമ്പോഴത്തേക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. അത് സ്വീകരിച്ചു എന്ന് കാണിക്കാൻ INTRും തിരിച്ച് മ്യൂപ്പിക്ക് കൊടുക്കാൻ INTയും ഉണ്ട്. അപ്പം നമുക്ക് നോക്കിക്കേ, ഇന്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്ററിൽ IR0 തൊട്ട് IR7 അങ്ങനെ 8 ഇന്ററപ്റ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. ഇപ്പൊ ഡേറ്റാ ബസ് ബഫർ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് റീഡ് റൈറ്റ് ലോജിക്ക്, അത് ചിപ്പ് സെലക്റ്റും റീഡും റൈറ്റും ആക്റ്റീവ് ലോ ആണ്. ദെൻ കൺട്രോൾ ലോജിക് ആണ് INTRും INTയും കണക്ട് ചെയ്തിരിക്കുന്നത്. INTR മ്യൂപ്പിയിൽ നിന്ന് റിക്വസ്റ്റ് എടുക്കും. INT ഹൈ ആവുമ്പോഴത്തേക്കും റിക്വസ്റ്റ് എടുത്തു എന്ന് ആ മ്യൂപ്പിനെ അറിയിക്കും. ദെൻ 3 രജിസ്റ്റേഴ്സ് ആ പ്രയോറിറ്റി റിസോൾവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ, ഇന്ററപ്റ്റ് സർവീസ് രജിസ്റ്റർ, ഇന്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ. ഓരോന്നിന്റെയും ഫംഗ്ഷൻ അറിയാലോ. കറണ്ട് എക്സിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്, ഇന്ററപ്റ്റ് സർവീസ് രജിസ്റ്റർ. ദെൻ ആ 3 രജിസ്റ്റേഴ്സിന്റെയും കൂടെ ഫംഗ്ഷൻസ് നോക്കിയിട്ട് പ്രയോറിറ്റി റിസോൾവർ എന്ത് ചെയ്യും, സെറ്റ് ദി പ്രയോറിറ്റി ഓഫ് ദി interrupts to be handled and resets the interrupt after handling that interrupt അല്ലേ. Then cascade ബഫറിനകത്തുള്ളതാണ് CSA lines for controlling the multiple interrupt structure. Then slave program or enable buffer, അത് നോൺ ബഫേർഡ് മോഡിലാണെങ്കിൽ മാസ്റ്റർ സ്ലേവ് സെലക്ഷനും നോൺ ബഫേർഡ് മോഡിലാണെന്നുണ്ടെങ്കിൽ ഡേറ്റാ ബസിനെ എനേബിൾ ചെയ്യിക്കാനും ബഫേർഡ് മോഡിലാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ സ്ലേവ് സെലക്ഷനും ഉപയോഗിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ 8259 കുറിച്ച് നോക്കിക്കൊണ്ട് പോകേണ്ടത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റിമൈനിങ് ഇന്റർഫേസിംഗ് ചിപ്സ് കൂടെ നോക്കിയിട്ട് ഇന്റർഫേസിംഗ് ചിപ്സിന്റെ ഫുൾ കുറച്ച് സെറ്റ് ഓഫ് MCQസും കൂടെ ചെയ്യാം. താങ്ക് യു.